വെള്ളക്കെട്ടിൽ ജീവിക്കുന്ന വൃദ്ധദമ്പതികളുടെ ദുരിതം നാടിന്റെ നൊമ്പരമാകുന്നു. തുറവൂർ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് വളമംഗലം SNGN കോളേജിന് തെക്ക് ഭാഗത്തുള്ള വടക്കേ ചാത്തനാട്ട് വീട്ടിലാണ് 60 വയസ്സുള്ള പാപ്പച്ചനും 50 വയസ്സുള്ള രാധയും മാത്രമുള്ള കുടുംബം നരകയാതന അനുഭവിക്കുന്നത്. 3 സെന്റ് സ്ഥലത്ത് വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ചുറ്റിനും മുട്ടപ്പം വെള്ളം, അതും മലിനജലം. കഴിഞ്ഞ 6 വർഷത്തോളമായി തങ്ങൾ ഈ ദുരവസ്ഥയിൽ ജീവിക്കുന്നതെന്ന് പാപ്പച്ചൻ പറയുന്നു. 6 വർഷത്തോളമായിട്ട് സ്ഥലം മേടിച്ചിട്ട് വർഷങ്ങളായ അതിൻ്റെ കൃത്യമായിട്ട് നമ്മൾ പറയാണ്ട് വർഷങ്ങളായിട്ട് സ്ഥലം ഞാൻ മേടിച്ച് താമസിക്കുക. എത്ര ഡേറ്റ് നമുക്ക് നല്ല ഓർമ്മയില്ല. നടക്കല്ല മുഴുവനും വെള്ളമായിരിക്കും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പഞ്ചായത്തിൽ മെമ്പർ വന്നപ്പോഴത്തേക്ക് നമ്മൾ കൊടുത്തതാണ്. മെമ്പർ അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മെമ്പർ പിന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ വഴിപ്രശ്നമുണ്ട് അപ്പുറത്ത്. അങ്ങനെ നിൽക്കണം. ആ വഴി കൂടി നമ്മൾ വന്നത് ഈ ചള്ളക്കാത്തുകൂടി എല്ലാം നമുക്ക് പോകാനുള്ള ഒരു സംവിധാനം വണ്ടിയാവുന്നു വരാനുള്ള വന്നില്ല. ചുവന്നിട്ട് പോകാൻ പറ്റില്ല. രാത്രിയിലും മനുഷ്യർക്ക് എന്തെങ്കിലും അസുഖം വരാതെ ഞങ്ങളാ 2 പേരേ ഉള്ളൂ. കഷ്ടപ്പാട് ഭയങ്കര കഷ്ടപ്പാട്. ആകെ ബുദ്ധിമുട്ടും ദുരിതത്തിലാണ്. എനിക്കാണ് ഒരുപാട് മരുന്നും കാര്യമൊക്കെ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ചെറുതോടുകൾ സ്വകാര്യ വ്യക്തികൾ നികത്തി. റോഡിൽ നിന്ന് 150 മീറ്ററോളം വെള്ളം നീന്തി വേണം ഇവർക്ക് വീട്ടിലെത്താൻ. വീട്ടിലെത്തിയാലും സർവത്ര വെള്ളം. ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നതിന് തുറവൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ പരാതി നൽകി. ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ടാവാം ആരും പാപ്പച്ചനെ സഹായിച്ചില്ല. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലെ സഹായിയായി പാപ്പച്ചൻ ജോലി ചെയ്യുന്നു. ഭാര്യ രാധയ്ക്കും വളമംഗലത്തെ ഒരു കോൺവെന്റിൽ ചെറിയ തൊഴിലുണ്ടായിരുന്നു. വീടിന് മുന്നിലെ സ്ലാബിൽ തീട്ടി വീണ് നട്ടലിനെ പരിക്കേറ്റതോടെ രാധയ്ക്കും ജോലിക്ക് പോകാൻ കഴിയാതെയായി. തങ്ങളിൽ ആർക്കെങ്കിലും രാത്രികാലങ്ങളിൽ അസുഖമുണ്ടായാൽ കൂടി വൈദ്യസഹായം തേടുന്നതിന് വെള്ളം നീന്തിപ്പോകാൻ കഴിയില്ലെന്നും പാപ്പച്ചൻ പറയുന്നു. സഹായത്തോടു കൂടി നമ്മുടെ മുറ്റം വെള്ളമില്ലാതെ ആക്കി വഴി ആദ്യം വഴി കിട്ടുക, അല്ലെങ്കിൽ പിന്നെ ഈ വെള്ളക്കെട്ട് മാറ്റി തരിക. നമുക്ക് അത്രേ ഉള്ളു. വേറെ നമുക്കൊന്ന് കാഴ്ച കാഴ്ചയിൽ കുഴപ്പമില്ല. എനിക്കിതാണ് ആവശ്യം. ഈ വെള്ളം കണ്ട കിടക്കണം. എൻ്റെ കാല് മുഴുവൻ കൊള്ളുക, കാല് മുഴുവൻ മേല. അപ്പോൾ ഈ വെള്ളത്തെ കുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാല് മുഴുവൻ തീർന്നിരിക്കുക. പഠിക്കുമ്പോഴും പറ്റണ്ട വളം കടി കൊണ്ട്. എനിക്ക് ഒരു സഹായം ചെയ്താൽ പഞ്ചായത്തിനാണ് ഗവൺമെൻറ് എന്നും ചെയ്താൽ മതി. പാപ്പച്ചനും കുടുംബവും അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കി തങ്ങളെ ആരെങ്കിലും സഹായിക്കാൻ വരും എന്ന പ്രത്യാശയിലാണ് ഈ കുടുംബം. തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി.